ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഇതാണ് ആനമയക്ക്. അല്ല എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അവക്കടെ സൈസ് എത്ര ഇരിക്കും മച്ചാനെ? യു ഹാവ് നോ കൾച്ചർ ബഗർ. ഒരു 36 സി എങ്കിലും ഉണ്ടാവും. പോടാ. എന്ത് ചെയ്യുന്നു? അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഓരോ തവണ കാണുമ്പോഴും അതിങ്ങനെ കൂടി കൂടി വരിക. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ പിന്നീടവൾ ഞാൻ നോക്കാം. ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോകാതിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പുറകെ മണപ്പിച്ച് നടക്കണം. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? സർ, മുഖത്തേക്ക് നോക്ക്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി.